ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് 4 സീറ്റിലേക്കുള്ള CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. പൊതുവേ നല്ല പട്ടിക, നല്ല സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഇന്നലെ മുതൽ ഇങ്ങോട്ട്. ഇതേപോലെ CPMന്റെ പട്ടിക നേരത്തെ വന്നപ്പോഴും ഞങ്ങൾ അതിനെപ്പറ്റി നടത്തിയ വിലയിരുത്തലിൽ ആ 15 സീറ്റിലേക്കുള്ള ആ പട്ടികയിലെ ചില സ്ഥാനാർത്ഥികളെ പറ്റി ഞങ്ങൾ ചില ആശങ്കകൾ, സംശയങ്ങൾ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ കണ്ടവർക്കറിയാതെ ഏതൊക്കെ സീറ്റുകളാണെന്ന്. ഞങ്ങൾ ഇപ്പോഴും അതിൽ ഞങ്ങൾക്കൊരു മാറ്റമില്ല. ഞങ്ങൾ ആ പറഞ്ഞ വിലയിരുത്തലില്ല. അത് അങ്ങനെ തന്നെ അത് സംഭവിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് തന്നെയാണ് പറയുന്നത്. ഏത് പാർട്ടിയുടെ ലിസ്റ്റ് ആയാലും CPMന്റെ ലിസ്റ്റിൽ പോലും 2-3 പേർ കടന്നുകൂടിയതിൽ അതിനകത്തൊരു ചില പോരായ്മകൾ വന്നു എന്ന് ഞങ്ങൾ തുറന്ന് പറഞ്ഞവരാണ്. പേര് സഹിതം, മണ്ഡലം സഹിതം, അതിന് മടിയൊന്നുമില്ല. അതേപോലെ CPIയുടെ പട്ടികയിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ പ്രകീർത്തിച്ച് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് പോലും സ്വാഭാവികമായിട്ട് വരുന്ന ഒത്തിരി അനുകൂലിച്ചുള്ള കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അഭിപ്രായം തുറന്നു പറയും. ഞങ്ങൾക്കൊരു സംശയം എൻ്റെ എത്തില്ല, നമ്മുടെ പ്രേക്ഷകർക്കും സംശയം ഉണ്ടാവുമെന്ന് തോന്നില്ല. ഈ സ്ഥാനാർത്ഥി പട്ടികയും അത്ര പന്തിയല്ല മൊത്തത്തിൽ എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതിലൊരു വയനാടിൻ്റെ പ്രത്യേക വീഡിയോ സ്റ്റോറി ഇപ്പം ഞങ്ങൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. ഒരു ആവർത്തന വിരസത ഒഴിവാക്കാൻ ആനി രാജ വയനാട്ടിൽ മത്സരിക്കുന്നതും ഒരു പ്രത്യേക വീഡിയോ സ്റ്റോറിയായിട്ട് ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞു. അത് ആനി രാജ ഇപ്പോൾ ഞങ്ങളുടെ ഈ സ്റ്റോറിയിൽ ഈ 4 CPI സ്ഥാനാർത്ഥികളിൽ ഒരാളെന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനകത്ത് കാണുന്നത്. മറ്റ് സെപ്പറേറ്റ് സ്റ്റോറി ആയതുകൊണ്ട് അത് കണ്ടിട്ട് നമുക്കത് വിലയിരുത്താവുന്നതേ ഉള്ളൂ. ഇനി മറ്റ് 3 സീറ്റുകളിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, ഏറ്റവും ആദരണീയനായ നേതാവ്, സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്നവൻ, വലിയൊരു നേതാവാണ്, സംശയമൊന്നുമില്ല. CPIയുടെ സംസ്ഥാന ഭാരവാഹിത്വം വലിയ പദവി ഉൾപ്പെടെ വഹിച്ചു. മുമ്പൊരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം പാർലമെന്റിലേക്ക് ജയിച്ചു. അന്ന് K കരുണാകരൻ ഇടതുമുന്നണിയിലേക്ക് വന്നതിൻ്റെ DIC അതിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അന്ന് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ജയിക്കുന്നതിൽ DICക്കും K കരുണാകരനും കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ആ ഒരു വിഭാഗത്തിന് ഒരു വലിയ പങ്കുണ്ടായിരുന്നു. നമ്മളത് നിഷേധിച്ചുകൂടാ. അപ്പോൾ പന്ന്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി. ശശി തരൂരിനെതിരെ BJPയുടെ ആരാണെന്ന് ഇപ്പോഴും ഒരു വ്യക്തമായ പിക്ചർ വന്നിട്ടില്ല. അപ്പം തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. BJPയുടെ ആൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി കൃത്യമായ ഒരു പ്രവചനം നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷേ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ശശി തരൂരും പന്ന്യനും UDF LDF രംഗത്ത് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളൊരു കാര്യം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ ഇത്രയും തവണ വീണ്ടും ജയിച്ചു വന്ന ശശി തരൂരിന് ഇത്തവണ അത്രയും ഒരു ഈസി വാക്ക് ഓവർ ഇല്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് പന്ന്യൻ രവീന്ദ്രൻ വന്നതുകൊണ്ട് മാത്രമല്ല, ഇനിയും വരാൻ പോകുന്ന BJP സ്ഥാനാർത്ഥി ആരാണെന്നോ എന്ന് വെച്ചുകൊണ്ടല്ല. അപ്പോൾ വീണ്ടും പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ അത് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, എതിരാളിയാണ് ശശി തരൂരിന്, ഒരു സംശയവും ഞങ്ങൾക്കില്ല. പക്ഷെ അദ്ദേഹം പാർലമെന്റിൽ പോയിരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? പന്ന്യൻ രവീന്ദ്രൻ പാർലമെന്റിൽ എന്തൊക്കെ ഉന്നയിച്ചു വിഷയങ്ങൾ, തിരുവനന്തപുരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന ഒരു ചോദ്യം ഇതിനിടയിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ തിരിച്ചും LDFനും ചോദിക്കാം, ശശി തരൂർ എന്ത് ചെയ്തു എന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് BJPയുടെ വരട്ടെ, BJP സ്ഥാനത്തിലൂടെ വരട്ടെ, വന്നു കഴിയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ക്ലിയർ പിക്ചർ ഒന്നുകൂടി ക്ലിയർ പിക്ചർ അപ്പൊ നമുക്ക് കിട്ടും. CPIക്ക് കിട്ടാവുന്ന, തിരുവനന്തപുരത്ത് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. CPIയിൽ നിന്നും വേറെ ആരുമില്ല. ഇപ്പൊ തന്നെ ജനങ്ങൾക്കറിയാം, മത്സരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ്, ഒരാളെയാണ്, നേതാവിനെയാണ് CPI പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അത് തന്നെ ഒരു മൈനസ് പോയിന്റ് ആണ് CPIക്കും LDFനും. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ഞാനില്ല മത്സരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പലതവണ പറഞ്ഞ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, പാർട്ടി ഫോറത്തിലും പറഞ്ഞു, പുറത്തും പറഞ്ഞു. പിന്നെയും അദ്ദേഹത്തെ തീരുമാനിച്ചപ്പോൾ അതിനകത്തൊരു ഒരു മൈനസ് പോയിന്റ് പാർട്ടിക്കും LDFനും ഉണ്ടാവും. അതിനെ മറികടക്കാൻ കഴിയണം എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അത് വരട്ടെ, BJPയുടെ സ്ഥാനാർത്ഥിയോട് വന്നിട്ട് നമുക്കതിനെപ്പറ്റി ബാക്കി ആലോചിക്കാൻ പറ്റും. പിന്നെ മാവേലിക്കരയാണ്. മാവേലിക്കര അരുൺകുമാറാണ് ഒരു യുവ നേതാവ്, CPIയുടെ പുതിയ മുഖം. അത് കുറച്ച് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അരുൺകുമാർ മാവേലിക്കരയിൽ മത്സരിക്കുന്നത്
നല്ലൊരു കാര്യമാണ്, കിട്ടാവുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു. കാരണം കൊടിക്കുന്നിൽ വീണ്ടും വീണ്ടും ജയിച്ചു വരുന്ന കൊടിക്കുന്നിൽ എന്താണെന്ന് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്താണെന്നൊക്കെ ഇപ്പം ആൾക്കാർക്കറിയാം. അപ്പോൾ ഒരു മടുപ്പ് ജനങ്ങൾക്കിടയിൽ കുറേയൊക്കെ ഉണ്ട്. സത്യമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചെങ്കിലും കൊടിക്കുന്നിൽ കഴിഞ്ഞവണ ജയിച്ചത് എതിർ സ്ഥാനാർത്ഥിയുടെ പോരായ്മകൾ അതിനകത്തുണ്ടായിരുന്നു. ഇത്തവണ അരുൺകുമാറും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്, സംശയമില്ല. അപ്പൊ കൊടുക്കുന്നിലിനോട് കടുത്ത മത്സരം അല്ലെങ്കിൽ കാഴ്ചവെക്കാൻ ഈ അരുൺകുമാറിലൂടെ CPIക്കും ഇടതുപക്ഷത്തിനും കഴിയുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണ്. അതിൽ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. പിന്നെ തൃശ്ശൂർ, നാലാമത് തൃശ്ശൂർ പറഞ്ഞെങ്കിലും ലാസ്റ്റായിട്ട് പറഞ്ഞെങ്കിലും അത് നോട്ട് ദ ലീസ്റ്റ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തൃശ്ശൂർ. അതുകൊണ്ടാണ് അത് അവസാനം പറയാമെന്ന് വെച്ചത്. അവിടെയും BJPക്കും UDFനുമെതിരെ നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. ആരെ? മുൻ മന്ത്രിയും ജനങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധവുമുള്ള BS സുനിൽകുമാറിനെയാണ്, CPIയുടെ ഒരു മികച്ച സമുന്നത നേതാവിനെയാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ LDF കാൻഡിഡേറ്റ് എന്ന നിലയിൽ, CPIയുടെ കാൻഡിഡേറ്റ് എന്ന നിലയിൽ തൃശ്ശൂർ ഏറ്റവും ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന, ചലനം ഉണ്ടാക്കാൻ പറ്റുന്ന നേതാവ് BS സുനിൽകുമാർ തന്നെയാണ്, സംശയമില്ല. പിന്നെ എതിർപക്ഷത്ത് TN പ്രതാപൻ വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കോൺഗ്രസ്സിലെ UDFിൽ. BJPയുടെ പിന്നെ മാസങ്ങൾക്ക് മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് സുരേഷ് ഗോപിയെ. അദ്ദേഹം അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 6-7 മാസമാകുന്നു. ഇതിനിടയ്ക്ക് ചില ഈ സംഘപരിവാർ സോഷ്യൽ മീഡിയയിലുള്ള ചില ഈ നുണകൾ അടിച്ചു വിടുന്നുണ്ട്. ആ നുണകൾ ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുമെന്ന് ഇവർ പാവം അവരറിയുന്നില്ല. അതായത് ചില കരക്കമ്പികൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് 2ാം സ്ഥാനത്ത് കഴിഞ്ഞവണ സുരേഷ് ഗോപി എത്തിയെന്നാണ്. എവിടെ? കഴിഞ്ഞവിടെ പ്രതാപൻ ജയിച്ചപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ, ഞങ്ങളുടെ വിലയിരുത്തൽ, ഞങ്ങളുടെ സ്റ്റോറി ലിസ്റ്റിൽ കിടപ്പുണ്ട്, എടുത്ത് നോക്കിയാൽ ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ കൊടുത്ത തൃശ്ശൂർ അവലോകനം കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് 1ാം സ്ഥാനത്ത് TN പ്രതാപൻ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു. 2ാം സ്ഥാനത്ത് വന്നത് LDFന്റെ CPI സ്ഥാനാർത്ഥി രാജാജി മാത്യൂസ്. അത് ഞങ്ങൾ പറഞ്ഞു. 3ാം സ്ഥാനത്താണ് സുരേഷ് ഗോപി എത്തിയത്. അതിപ്പം സംഘപരിവാർ ഇങ്ങനെ മൂപ്പിച്ച് അത് സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്തി എന്നൊക്കെ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കണക്കുകൾ കള്ളം പറയില്ല എന്ന് എന്താ ഇവർക്ക് കണക്കിലും കാര്യത്തിലൊന്നും താല്പര്യമില്ല. അത് നുണകളാണല്ലോ പ്രധാനം. ഈ നുണകളൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന ഈ സംഘപരിവാറുകാർ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഒരു പ്രചരണം അങ്ങനെ ആക്കി കഴിഞ്ഞു. അതായത് ഇത് ഗീബൽസിന്റെ തന്ത്രമാണല്ലോ. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രിയായിരുന്ന നുണപ്രചാരണ മന്ത്രി എന്നാണ് ഗീബൽസിനെ വിളിച്ചിരുന്നത്. ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ തിയറിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഫാസിസ്റ്റ് തിയറിയാണ്. അതായത് ഒരു നുണ 101 തവണ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സത്യമാകുമെന്ന് അല്ല അതിൻ്റെ അർത്ഥം, സത്യമാണെന്ന് പാവം ജനങ്ങൾ വിശ്വസിച്ചോളൂ. അതൊരു വലിയ പൊളിറ്റിക്കൽ തന്ത്രമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ 4 സ്ഥാനാർത്ഥികളെ പറ്റി ഞങ്ങളുടെ പ്ലസും മൈനസും പറഞ്ഞു. അവരെ പറ്റിയുള്ള പ്ലസും മൈനസും. സുനിൽകുമാർ മികച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കഴിഞ്ഞ അന്നത്തെ LDF മന്ത്രിസഭയിൽ ഏറ്റവും പബ്ലിക് കോണ്ടാക്ട്, അതായത് PR വർക്കിൽ ഏറ്റവും നിറഞ്ഞു നിന്ന് താനൊരു മികച്ച മന്ത്രിയാണെന്ന് എന്ന് തോന്നിപ്പിച്ച ആ വാക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഞങ്ങളിത് സുനിൽകുമാറിനെ മോശപ്പെടുത്താൻ പറയുകയല്ല. കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് PR വർക്കിലൂടെ, മീഡിയ ബന്ധങ്ങളിലൂടെ വളരെ ഫലപ്രദമായിട്ട് വിജയകരമായിട്ട് വിശ്വസിപ്പിച്ച ഒരാളാണ് സുനിൽകുമാർ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ, ലെഫ്റ്റ് വോയിസിന്റെ വിലയിരുത്തൽ. പക്ഷെ സത്യം അതുമായിട്ട് കുറച്ച് മാറി നിൽക്കുന്നതാണ്. ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അവിടെ. അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ മികച്ച മന്ത്രിയായിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം കേരളത്തിന്റെ കൃഷി വകുപ്പിനെ നവീകരിക്കാനോ, ഒരു ബ്രേക്ക് ത്രൂ, ഒരു കുതിച്ചുചാട്ടം, ഇവിടുത്തെ കാർഷിക മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് പച്ചക്കറി ഉൽപ്പാദനമാവട്ടെ, നെല്ലുൽപാദനമാവട്ടെ, റബ്ബറാവട്ടെ, മറ്റ് കൃഷികളാവട്ടെ, കർഷകരെ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു ലോങ് ടൈമിൽ ഒരു പരിഹാരമുണ്ടാക്കാവുന്ന ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതികളും സുനിൽകുമാർ കൃഷിമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.
യോജിക്കാം വിയോജിക്കാം. പക്ഷെ പബ്ലിക്കിൽ അദ്ദേഹം ജനങ്ങളുടെ മുമ്പില് മീഡിയ വഴി അദ്ദേഹം വളരെ മീഡിയ ക്രേസി ഉള്ള ഒരാളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. മീഡിയയെ എങ്ങനെ കയ്യിലെടുക്കാമെന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതൊരു കഴിവാണ്. ഞങ്ങളതിനെ കുറ്റം പറയില്ല. ഒരു പൊളിറ്റീഷ്യന് മീഡിയയെ വെച്ചിട്ട് പ്ലേ ചെയ്യാൻ കഴിയുക, മീഡിയയെ തങ്ങളുടെ കൂടെ നിർത്തുക, ആ നേതാവ് അല്ലെ മന്ത്രി എന്ന് പറയുന്ന ഒരു വലിയ കഴിവാണ്. ആ കഴിവ് സുനിൽകുമാറിനുണ്ട്. പക്ഷെ ആക്ച്വലി കേരളത്തിന്റെ കൃഷി വകുപ്പ് എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണെന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. LDF ഉള്ളവരും അല്ലാത്തവരും നേതാക്കന്മാരുൾപ്പെടെ സ്ഥിരമായി കഴിഞ്ഞ 4-5 മന്ത്രിസഭാ കാലത്ത് LDF കാലത്ത് സ്ഥിരമായി CPI കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് കൃഷി വകുപ്പ്. ആ കൃഷി വകുപ്പിനെ കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ഇത്ര അധികം തളർത്തിയിട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ CPI ഈ മന്ത്രിമാര്, ആ പേരുകളിലല്ല കാര്യം, ആ മന്ത്രിമാർ ആ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ട് കേരളത്തിന്റെ കാർഷിക രംഗം എവിടേക്ക് പോയി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ സുനിൽകുമാറും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് ഇതിനു മുമ്പിരുന്ന CPI മന്ത്രിമാരും കൃഷി വകുപ്പിൽ ഇരുന്നവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പൊ ഇരിക്കുന്ന മന്ത്രിയെ പറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിലയിരുത്തലുണ്ട്. അതിപ്പോ 2.5 വർഷമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് അതിപ്പോ ഞങ്ങൾ പറയുന്നില്ല P. പ്രസാദിനെ കുറിച്ച്. പിണറായി സർക്കാർ 2ാം സർക്കാർ പകുതി കാലം കടന്നിരിക്കുന്നതിന് പകുതിയെ ബാക്കിയുള്ളൂ, 2 കൊല്ലമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ലോക്സഭയിലേക്ക് മത്സരിക്കാത്തത് കൊണ്ടും P. പ്രസാദ് പുതിയ മന്ത്രിയുടെ പെർഫോമൻസ് ലെവലിനെ പറ്റി ഞങ്ങളിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കൃഷി വകുപ്പ് വളരെ ഒരു മരവിച്ച അവസ്ഥയിലാണ്. ഒരു വലിയ കുതിച്ചുചാട്ടം നമുക്കതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നടപടികളോ നയങ്ങളോ പ്രോഗ്രാമുകളോ പരിപാടികളോ ഒന്നും കൃഷി വകുപ്പിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം.